നേതൃപാഠവും നിർവഹണപാഠവും വൈകാരിക ബുദ്ധിയുമാണ് വരുംകാലത്ത് മുന്നേറാൻ പുതുതലമുറയ്ക്ക് വേണ്ടതെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊൻകിരണം മെറിറ്റ് അവാർഡ് 2026 വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നേതൃപാഠവും നിർവഹണപാഠവും വൈകാരിക ബുദ്ധിയും ഉണ്ടായാലേ വരും കാലത്ത് മുന്നേറാനാവുകയുള്ളൂവെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. ഇത്തരം കഴിവുകൾ ആർജിച്ചെടുക്കുക എന്നതാണ് ഈ തലമുറ ചെയ്യേണ്ട കാര്യമെന്നും ലിജു പറഞ്ഞു. നിരവധി സ്കില്ലുകളെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ട ഏറ്റവും സുപ്രധാനമായ കഴിവുകൾ എന്നാണ് തൊഴിലിനെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. അപ്പൊ മനുഷ്യൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകണം? നമ്മൾ സമൂഹവുമായിട്ട് ഇടപെടുന്നവരാകണം, ടാസ്കുകൾ ഏറ്റെടുക്കാൻ കരുത്തുള്ളവരാകണം, സ്വന്തം വീട്ടിലിരുന്ന് പിന്നെ നമ്മൾ ചോദ്യവാദം പോലും സ്വന്തമായിട്ട് തുടങ്ങാതെ കഴിഞ്ഞാൽ മാനേജീരിയൽ സ്കില്ലുണ്ടാകും. പരസ്പരം അച്ഛനമ്മമാരോട് പോലും സംസാരിക്കാതെ മൊബൈൽ ഫോൺ നോക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനേജീരിയൽ സ്കില്ലുണ്ടാകും. അപ്പൊ ഒരു ടീമിനെ മാനേജ് ചെയ്യണം. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. പഴയ കാലഘട്ടത്തിൽ ഇന്റലിജൻസ് ക്വോഷ്യന്റ് ആണെങ്കിൽ IQ ആണെങ്കിൽ നമ്മളെക്കാൾ 13 മടങ്ങ് IQ ഉള്ള യന്ത്രങ്ങളുടെ കാലഘട്ടം വരാൻ പോവുകയാണ്. നമ്മളെക്കാൾ 1000കണക്കിന് ഇരട്ടി IQ ഉള്ള പിന്നെ ചാറ്റ് ബോട്ടുകളുടെ കാലഘട്ടം വരാൻ പോവുകയാണ്. അപ്പോ മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി IQ-നൊപ്പം ഇമോഷണൽ ക്വോഷ്യന്റും ലീഡർഷിപ്പ് സ്കിൽസുമാണ് ഭാവിയിലെ മനുഷ്യന് വേണ്ട ഏറ്റവും സുപ്രധാനമായ കഴിവായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊൻകിരണം മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. CDNet ന്യൂസ്, കായംകുളം.